തൻ്റെ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പിതാവ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഇത് നടന്നത്. അജിത് കുമാർ എന്ന 30 വയസ്സുകാരനെ യുവതിയുടെ പിതാവായ പുണ്യമൂർത്തി, ലോകേഷ്, രാമലിംഗം, കറുപ്പയ്യ എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഈ കൊലപാതകമുണ്ടായത്. കൊലയ്ക്ക് ശേഷം പ്രതികൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. തഞ്ചാവൂരിലെ ആലങ്കുടിയിലുള്ള പ്രൈമറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്നു പുണ്യമൂർത്തിയുടെ മകളായ കാവ്യ. 26 വയസ്സുള്ള കാവ്യ അജിത് കുമാറുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഒരു അധ്യാപികയായ കാവ്യയെ പെയിന്റ് തൊഴിലാളിയായ അജിത് കുമാറിന് വിവാഹം കഴിച്ചു നൽകാൻ കുടുംബം തയ്യാറായി. തുടർന്ന് ഒരു ബന്ധുവുമായി കാവ്യയുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഈ കാര്യം അറിഞ്ഞ അജിത് കുമാർ കാവ്യയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 27-നായിരുന്നു ആ സംഭവം നടക്കുന്നത്. സ്കൂളിലേക്ക് പോവുകയായിരുന്ന കാവ്യയെ വഴിയിൽ കാത്തുനിന്ന് അജിത് കുമാർ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അജിത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസിൽ കഴിഞ്ഞ മാസം അജിത് കുമാറിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇയാൾ പുറത്തിറങ്ങിയ വിവരം പുണ്യമൂർത്തി അറിഞ്ഞു. അതോടെ മകളെ കൊന്നതിന് പകരം വീട്ടാനും അയാൾ തീരുമാനിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പുണ്യമൂർത്തിയും 3 ബന്ധുക്കളും അജിത് കുമാറിന്റെ വീട്ടിലെത്തി. ഉറങ്ങുകയായിരുന്ന അജിത് കുമാറിനെ പുണ്യമൂർത്തിയും സംഘവും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അജിത് കുമാർ മരിക്കുകയും ചെയ്തു. തുടർന്ന് പുണ്യമൂർത്തിയും ബന്ധുക്കളും അമ്മൈപ്പേട്ടെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായി. ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു അച്ഛന്റെയും മകളുടെയും കാര്യമാണ്. മഞ്ചേരിയിലെ ചാരങ്കാവ് എന്ന ഗ്രാമത്തിൽ ശങ്കരനാരായണന് 3 മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കർഷക കുടുംബം ജീവിച്ചിരുന്നു. 2 ഏട്ടന്മാർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അനിയത്തിയായിരുന്നു കൃഷ്ണപ്രിയ. ആകെയുള്ള പെൺകുട്ടിയായതുകൊണ്ട് ഏട്ടന്മാർക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവളോട്. എന്നാൽ 13-ാം വയസ്സ് വരെ മാത്രമാണ് ഇവരുടെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ കൃഷ്ണപ്രിയക്ക് കഴിഞ്ഞത്. അന്ന് സ്കൂൾ വിട്ട് വരികയായിരുന്ന കൃഷ്ണപ്രിയയെ അയൽവാസിയായ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ പതിവ് പോലെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. സാധാരണ കേസുകളിൽ ഒന്നുപോലെ കൃഷ്ണപ്രിയയുടെ മരണവും എല്ലാവരും മറന്നു തുടങ്ങി. എന്നാൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഒരിക്കലും അത് മറക്കാൻ കഴിഞ്ഞതുമില്ല. 2002 ജൂലൈ 27-ന് കൃഷ്ണപ്രിയയെ പീഡിപ്പിച്ച കേസിലെ പ്രതി മുഹമ്മദ് കോയ കൊല്ലപ്പെട്ടതോടെ ആ അച്ഛന്റെ മുഖവും ആ പെൺകുട്ടിയുടെ മുഖവും മലയാളികളും മറക്കാതെയായി. ഇതേപോലെ തന്നെ കോയയെ കൊലപ്പെടുത്തിയ ശേഷം ശങ്കരനാരായണൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ മലയാളികൾ ആരും തന്നെ അദ്ദേഹത്തെ ഒരു കൊലപാതകയായി കണ്ടിരുന്നില്ല. മകളുടെ മരണത്തിന് പ്രതികാരം ചെയ്ത ആ അച്ഛനോടൊപ്പമായിരുന്നു അവരെല്ലാം. ജയിലിൽ പോലും അദ്ദേഹത്തെ കൈയടിച്ചാണ് മറ്റുള്ള തടവുകാർ സ്വീകരിച്ചത്. 2006 മെയ് മാസത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. കോടതിയുടെ മനഃസാക്ഷി വ്യക്തമായ ഒരു ദിവസമായിരുന്നു അത്. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കളും ഉണ്ടാകാം, അവരായിരിക്കാം കുറ്റം ചെയ്തത് തുടങ്ങിയ അപൂർവ മാനദണ്ഡങ്ങളായിരുന്നു കോടതിയുടേത്. കൃഷ്ണപ്രിയ മരിച്ചതിന് ശേഷം ആ വിഷമത്തിൽ താടിയും മുടിയും വളർത്തി മറ്റൊരാളെ പോലെയാണ് അയാൾ ജീവിച്ചിരുന്നത്. മകളുടെ മരണശേഷം ശങ്കരനാരായണൻ ആദ്യമായി ചിരിക്കുന്നത് മുഹമ്മദ് കോയെ കൊന്ന കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചപ്പോഴാണ്. കഴിഞ്ഞ വർഷം തന്റെ 75-ാം വയസ്സിൽ ശങ്കരനാരായണനും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോഴും ലോകത്ത് എവിടെയെങ്കിലും സ്വന്തം മകളുടെ കൊലപാതകത്തിന് പകരം വീട്ടുന്ന ഒരു അച്ഛന്റെ വാർത്ത വരുമ്പോൾ മലയാളികൾ ഓർക്കുന്ന പേരുകളാണ് ശങ്കരനാരായണനും കൃഷ്ണപ്രിയയും.